സെമി ഫൈനലിൽ ജർമ്മനിക്ക് എളുപ്പമുള്ള ടീമിനെയാണല്ലോ കിട്ടിയ. ടഫ് ടീംസ് ഒന്നുമില്ല. ഇത് ഭയങ്കര സിമ്പിൾ സെമി ഫൈനലായിട്ട്. Ronaldo, it's time to retire. See ya, Cristiano. I love you, but now is the France moment. 2016, we don't forget. That's the moment for France. He said, we love you, but goodbye, my friend. Goodbye, because it will be your last game against us. Yeah, it's time to retire. So, thank you for your career. It was a wonderful career. Now it's time to leave. So, thank you. നിങ്ങളെല്ലാവരും അയാൾക്കെതിരെയാണെങ്കിൽ ഒടുക്കം നിങ്ങളെല്ലാവരും തോൽക്കും. Best footballer in the world right now. I think so, yes. I don't need to say. Ronaldo! ജർമ്മൻ പവർ ഹൗസിനോടുള്ള പോർച്ചുഗലിൻ്റെ മത്സരം മുന്നേ പലരും വിധി എഴുതിയതാണ്. റോണോയുടെ കണ്ണീര് കാണാൻ, അയാളുടെ രക്തത്തിൻ്റെ രുചി അറിയുവാൻ കഴുകന്മാർ ഇന്നും ഇന്നലെയും വട്ടമിട്ട് പറന്നുകൊണ്ടേയിരുന്നു. അമ്പലങ്ങളിലും പള്ളികളിലും വരെ അഭയം തേടിയവരുമുണ്ട്. എന്നാൽ 40-ാം വയസ്സിലെ അയാളിൽ അവസാനിക്കാത്ത ആഴിയിൽ സർവ്വതും വീണ് വെന്ത് വെണ്ണീരാകുന്ന കാഴ്ചയാണ് അവരെ കാത്തിരുന്നത്. ഒടുവിൽ തൻ്റെ രക്തത്തിനായി ദാഹിച്ച എല്ലാ വിമർശകരുടെയും അവരുടെ മുൻവിധികളെയും ശിഥിലമാക്കിക്കൊണ്ട് അയാൾ അൽ നാസറിനിയിൽ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. അത് കൺ തുറന്ന് ദർശിക്കുക. നിങ്ങളുടെ ഭൂതവും ഭാവിയും ഗോഡും ഗോട്ടുമെല്ലാം അയാൾ തന്നെയാണെന്ന് വിറയ്ക്കുന്ന നിങ്ങളുടെ ഹൃദയം മന്ത്രിക്കുന്നു. ശ്രദ്ധിക്കുക. ഒരുപക്ഷെ കാർമേഘങ്ങൾ ഇരുണ്ടുമൂടി കാണാതായേക്കാം. സന്ധ്യാനേരത്ത് അസ്തമിച്ചേക്കാം. ഗ്രഹണസമയത്ത് മറഞ്ഞു പോയേക്കാം. എങ്കിലും ഒരിക്കലും സൂര്യൻ ഇല്ലാതാകുന്നില്ലല്ലോ. നിൻ്റെയൊക്കെ മുന്നിൽ ഉദിച്ചല്ലേ മതിയാകൂ. അന്ധതയുടെ താഴ്വരയിൽ നിന്നും പോർച്ചുഗൽ ജനതയെ, ലോകത്തിലെ കോടാനുകൂടി അയാളുടെ ആരാധകരെ രക്ഷിക്കുവാൻ അയാൾക്ക് അവതാരമെടുത്തല്ലേ കഴിയൂ. ഉടലും ഉയരും കൊടുത്ത ആ മണ്ണിൽ അവർക്ക് വേണ്ടി വിരാജിക്കുന്ന കാലത്തോളം കണക്കൂട്ടലുകൾക്ക് മുകളിൽ അയാൾക്ക് അത്ഭുതങ്ങൾ വിരിയിച്ചല്ലേ മതിയാകൂ. അതെ, ആ 40-കാരൻ പോർച്ചുഗലിനെയും കൊണ്ട് നാഷണൽ ലീഗിൻ്റെ ഫൈനൽ വേദിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. തുടക്കം മുതലേ ആക്രമിച്ച പോർച്ചുഗലിനെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുന്നു ജർമ്മനി. 2 തവണ കോസ്റ്റയുടെ കരങ്ങൾ രക്ഷയ്ക്കെത്തുന്നുമുണ്ട്. അവസരങ്ങൾക്ക് തുടക്കമിട്ട റൊണോയ്ക്ക് പോലും പലപ്പോഴും പിഴയ്ക്കുന്ന കാഴ്ച. കോർണറും ഫൗളും അനുവദിക്കാതെ ജർമ്മനിയായി തുടർന്നിരുന്ന മാച്ച് ഓഫീഷ്യൽസും ആ ഗാലറിയുമെല്ലാം എതിർപ്പാളയത്തിന് അനുകൂല അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. 2-ാം പകുതിയുടെ 48-ാം മിനിറ്റിൽ വിറ്റ്സിൻ്റെ ഹെഡർ പോർച്ചുഗലിൻ്റെ പ്രതീക്ഷകളെയെല്ലാം അപ്പാടെ അവസാനിപ്പിക്കുന്നുണ്ട്. ശേഷം വന്ന മിനിറ്റുകളിൽ കളിയുടെ ഗിയർ ചേഞ്ച് ചെയ്യുവാൻ മാർട്ടിനസ് 3 സബ്സ്റ്റിറ്റ്യൂഷനെ തൻ്റെ ഡഗ്ഔട്ടിൽ നിന്നും ഇറക്കി വിടുന്നുണ്ട്. പിന്നീട് കോൺസിസാവയുടെ ഇടതുകാൽ ലോകോത്തര 1-ാം നമ്പർ ഡിഫൻസ് സ്ക്വാഡിനെയും ടെർ സ്റ്റെഗനെയും കാഴ്ചക്കാരാക്കുന്ന കാഴ്ച. സമനില നേടി തിരിച്ചു വന്ന ആ മത്സരത്തിൽ പോർച്ചുഗലിന് വേണ്ടത് വിജയ ഗോൾ മാത്രം. ലോകം ഒറ്റ മനസ്സോടെ ചിന്തിച്ചു കാണും, അയാളുടെ തന്നെ അത് സംഭവിക്കണമെന്ന്. കാലം അയാൾക്കായി അത് നൽകണമെന്ന്. ഇല്ലെങ്കിൽ പോലും അതിനെല്ലാം തച്ച് തകർത്ത് അയാൾ അവതരിക്കണമെന്ന്. സമനില ഗോളിൻ്റെ നടുക്കം മാറി മിനിറ്റ് സൂചി 5 വട്ടം കറങ്ങിത്തിരിഞ്ഞു. നൂനോ മെൻഡസ് ജർമ്മനിയുടെ 6 യാർഡിലേക്ക് കുതിച്ചു വരുന്നുണ്ട്. നിമിഷം നേരം കൊണ്ട് അയാൾ ഇടതുകാൽ കൊണ്ട് ക്രോസിലേക്ക് ആ പന്തിനെ കൺവേർട്ട് ചെയ്യുന്നു. ശേഷം നടന്നത് ചരിത്രമായിരുന്നു. ചരിത്രങ്ങളെ വെട്ടിപ്പിടിക്കുക എന്നത് അയാളുടെ ശീലമാണല്ലോ. നീണ്ട 25 വർഷം പരാജയത്തിന് ശാപം പേറിയ കഥയെ വെറും പഴങ്കഥ എന്ന പരിണാമത്തിലേക്ക് അയച്ചുകൊണ്ട് ജർമ്മൻ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ ആ ശാപമോക്ഷത്തെ പ്രാപിക്കുന്നു. ഈ കഥയ്ക്കും ന്യായങ്ങൾ നിരത്തുവാൻ നിങ്ങൾ വിമർശകർ വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. പക്ഷേ ഈ ചരിത്രം കുറിക്കപ്പെടുന്നത് ഈ തലമുറയിലെ ജർമ്മനിക്ക് മുന്നിലാണ്. 9 കളിയിലും തോൽവി അറിയാതെ നാഷണൽ ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് മാർച്ച് ചെയ്ത
ബ്രിറ്റ്സും കിമ്മിച്ചുമെല്ലാം അടങ്ങുന്ന ഈ കാലഘട്ടത്തിലെ ഈ യുഗത്തിലെ ജർമ്മനിക്ക് മുന്നിൽ 2004 വരെ പോർച്ചുഗൽ എന്ന രാജ്യം തങ്ങളുടെ ചരിത്രത്തിൽ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ഫൈനലിലേക്ക് എത്തില്ലായിരുന്നു. ഒരു 19-കാരൻ പയ്യൻ മൈറ്റി ഡച്ചിനെതിരെ പോർച്ചുഗലിന് ലീഡ് നേടിക്കൊടുക്കുന്നത് വരെ. പിന്നീട് നടന്നതെല്ലാം ചരിത്രമായിരുന്നല്ലോ. എണ്ണം പറഞ്ഞ 4 ഫൈനലുകൾ, 4ലും സെമി കടന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ആ മനുഷ്യൻ നേടിയ ഗോളുകളിൽ. 19-ാം വയസ്സിൽ സെമിയിൽ ഗോൾ നേടിയ അതേ മനുഷ്യൻ തന്നെ 40-ാം വയസ്സിലും ജർമ്മനിക്കെതിരെ വിന്നിംഗ് ഗോൾ നേടുന്നു. ദാറ്റ് ഈസ് ഹിസ് ലെഗസി, ഗ്രേറ്റ്നസ്. ഈ ഫുട്ബോൾ ലോകത്ത് പോർച്ചുഗൽ എന്ന രാജ്യത്തിന് അഡ്രസ് ഉണ്ടാക്കി കൊടുത്തത് പോലും ആ മനുഷ്യനാണ്. മറ്റു പലർക്കും അത് വേണമായിരുന്നില്ല. ഫിഗോ യൂസിയോപ്പോ കഥകളെല്ലാം അയാളുടെ ലെഗസിക്ക് മുകളിൽ ചാർത്തി വെച്ചാലും ദനവർമ്മയുടെ ഫൈനൽ വിത്തൗട്ട് റൊണാൾഡോ. പോർച്ചുഗലിൻ്റെ ചരിത്രവും ഭാവിയുമെല്ലാം ഒരേ ഒരു മനുഷ്യൻ തന്നെയാണ്. ഇനിയും നിങ്ങൾക്ക് അയാളുടെ ലെഗസിയെ ചോദ്യം ചെയ്യാം. കിരീടത്തിൻ്റെ അളവുകൾ സൃഷ്ടിച്ച് വിലയിരുത്താം, പ്രായം കൊണ്ട് പരിഹസിക്കാം. പക്ഷേ നിങ്ങളുടെ എല്ലാം ഉറക്കം കളയുവാൻ ഈ 40-ാം വയസ്സിലും യൂറോപ്പിൻ്റെ മണ്ണിൽ അയാൾ നിലനിൽക്കുന്നുണ്ട്. നിങ്ങളുടെ മുൻവിധികളെ തിരുത്തി എഴുതുവാനായി. ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കാം. നിങ്ങളെല്ലാവരും അയാൾക്കെതിരെയാണെങ്കിൽ ഒടുക്കം നിങ്ങളെല്ലാവരും തോൽക്കും, നിങ്ങളെല്ലാവരും കരയും. ബിക്കോസ് ദാറ്റ്സ് ഹിം, ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോസ് ആൻഡ് ഡോസ് സമേറോ.